മക്കളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. നിങ്ങൾക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനും 2-3 ക്വസ്റ്റ്യനായി. ഇപ്പം 3ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും മോഡൽ ഇടുന്നത്. ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് പോവുക. ഇത് 3 നോക്കി പോയാൽ തന്നെ നിങ്ങൾക്ക് എക്സാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ 3 ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ചെയ്യുക. 3 നോക്കി പോയൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും നാളെ വരുന്ന എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിലുള്ള നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ, സൂചന ഗണ്ട് പടേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ഇവിടെ ഒരു സൂചന, അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്ഡു ഓർ ഗുഡ്ഡലി ഏക് ബർസാത്തി നാലേ മേ ഗഡേ ഥേ. ഗുഡ്ഡുവും ഗുഡലിയും ഒരു ബർസാത്തി നാലെ, മഴ കൊണ്ടുണ്ടായിട്ട് ഉള്ള തോട്, മഴ പെയ്തതിന് ശേഷമുള്ള തോട്, ആ വെള്ളത്തിൽ അവർ നിൽക്കുകയായിരുന്നു. നിങ്ങൾ പഠിച്ചതാണ് അല്ലെ, ഗുഡ്ഡു ഓർ ഗുഡലി. പാനി ഉസ്കെ ഗുഡ്നെ ചു രഹാ ഥാ. അവരുടെ കാൽമുട്ട് വരെ വെള്ളം സ്പർശിക്കുന്നുണ്ടായിരുന്നു. ദോനോ പത്തേക്ക് നാവ് തൈരാനേക്ക് കോശിഷ് കർ രഹേ ഥേ. രണ്ടുപേരും ലീഫ് ബോട്ട്, ഇല കൊണ്ടുണ്ടാക്കിയ തോണി ഒഴുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. നാവുമേ കുച്ച് സവാരിയാമ്പി ജബർദസ്തി ബിഠായി ഗയി ഥി. തോണിയിൽ കുറച്ച് യാത്രക്കാരെ അവർ നിർബന്ധിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. ഏക് ചിംട്ട കോസം കെ പേട് പർ രഹനെ വാല ഏക് ലാൽ കാല കീട ഓർ ഏക് കേഞ്ചുവ. ആരൊക്കെയാണ് ഇരുത്തിയത്? ഉറുമ്പ്, കോസം ട്രീയിൽ താമസിക്കുന്നതായിട്ടുള്ള കറുപ്പും ചുവപ്പും നിറത്തിലുള്ള കീടം, പിന്നെ മണ്ണിര. തീൻ സവാരിയ ബൈഠ് ചുക്കി ഥി. ഇങ്ങനെ 3 യാത്രക്കാരെയാണ് അവർ ഇരുത്തിയിരുന്നത്. സബി ഗുഡ്ഡു കോ ഏക് ചോട്ടാ മേണ്ടക് ദിയ. തബി ഗുഡ്ഡു കോ ഏക് ചോട്ടാ മേണ്ടക് ദിയ. അപ്പോഴാണ് ഗുഡ്ഡു ഒരു ചെറിയ തവളയെ കണ്ടത്. അവിടെ ഒരു ചെറിയ തവള നിൽക്കുന്നത് ഗുഡ്ഡു കണ്ടു. ഗുഡ്ഡു ഓർ ഗുഡലി കഹാ ഖഡേ ഥേ. ഗുഡ്ഡുവും ഗുഡലിയും എവിടെ നിൽക്കുകയായിരുന്നു? എവിടെ നിൽക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്? ഗുഡ്ഡു ഓർ ഗുഡലി ബർസാത്തി നാലേ മേ അല്ലേ. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? ബർസാത്തി നാലേ മേ. ദോനോം കിസ്കി നാവ് തൈരാനേക്ക് കോശിഷ് കർ രഹേ ഥേ. നിങ്ങൾ പാരഗ്രാഫിലേക്ക് നോക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പാരഗ്രാഫ് നന്നായിട്ട് നോക്കിയാൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. തെറ്റിക്കാതെ എഴുതാൻ പറ്റും. ഓക്കെ, ദോനോം കിസ്കി നാവ് തൈരാനേക്ക് കോശിഷ് കർ രഹേ ഥേ. എന്തിന്റെ തോണിയാണ് അവരുണ്ടാക്കിയിട്ട് ഒഴുക്കാൻ ശ്രമിച്ചത് എന്നാണ് ചോദിച്ചത്. എന്താണ്? പത്തേക്ക് നാവ് അല്ലേ. അപ്പൊ എന്താണ് ആൻസർ? പത്തേക്ക് എന്നാണ് ആൻസർ. നാവുമേ കിത്തനി സവാരിയ ബൈഠ് ചുക്കി ഥി. തോണിയിൽ എത്ര യാത്രക്കാരെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു? 3 അല്ലേ. 3 യാത്രക്കാരെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ആരെ കണ്ടത്? മേണ്ടക്കിനെ കണ്ടത്. ഇവിടെ പറയുന്നുണ്ട്, നാവുമേ കുച്ച് സവാരിയോ കി ബിഠായി ഥി. 3 സവാരിയ അല്ലെ. 3 സവാരിയ ബൈഠ് ചുക്കി ഥി. അപ്പൊ എത്ര യാത്രക്കാരെ ഇരുത്തിയിരുന്നു? കിത്തനി സവാരിയ ബൈഠ് ചുക്കി ഥി എന്നാണ് ചോദിച്ചത്. 3. നാവ് കാ സമാനാർത്ഥ ശബ്ദ ഹേ. തോണിയുടെ അതേ അർത്ഥം വരുന്ന പദം നൗക പറഞ്ഞ തോണിയാണ്. പാനി പറഞ്ഞ വെള്ളം, മേഘ് പറഞ്ഞ മേഘം. അപ്പൊ നൗകയാണെന്ത്? തോണി. നാവ് നൗക. കിസ്ക ചോട്ടാ മേണ്ടക് ദിക്ക. കിസ്നെ എന്നായിരിക്കും. അതായത് ആരാണ് ചെറിയ മേണ്ടക്കിനെ, ആ കുഞ്ഞു മേണ്ടക്കിനെ കണ്ടത്? ആരാണ്? ഗുഡ്ഡു അല്ലെ. ഗുഡ്ഡു ആണ് മേണ്ടക്കിനെ കണ്ടത്. ഇവിടെ പറയേണ്ടത് തബി ഗുഡ്ഡു. ആരാണ് കണ്ടത്? ഗുഡ്ഡു ഏക്ക് ചോട്ടാ മേണ്ടക് ദിക്ക. ഗുഡ്ഡു ആണ് ഒരു ചെറിയ മേണ്ടക്കിനെ കണ്ടത്. കവിതാംശ പഠിക്കർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയും. അടുത്ത ആക്ടിവിറ്റി ബയാ ഹമാരി ചിടിയ റാണി എന്ന കവിതയിൽ നിന്നാണ്. വളരെ മനോഹരമായ നല്ലൊരു കവിതയാണ് ബയാ ഹമാരി ചിടിയ റാണി അല്ലെ. രണ്ട് കുട്ടികള്
പക്ഷിയോട് ബയാചീടിയോട് തൂക്കനാംകുരുവിയോട് പറയുകയാണ്, നീ എങ്ങോട്ടും പോവണ്ട, നിന്നെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, നിനക്കുണ്ടാകുന്ന കുട്ടികളെയും ഞങ്ങൾ സംരക്ഷിച്ചോളാം, നിനക്ക് വേണ്ട ധാന്യവും നിനക്ക് വേണ്ട വെള്ളവും എല്ലാം ഞങ്ങൾ മുറ്റത്ത് നിറയെ തരാം എന്നൊക്കെ പറയാണല്ലേ. അതാണ് നമ്മൾ പഠിച്ച കവിത. ഈ വരികൾ എന്താണെന്ന് നോക്കാം. ബയാ ഹമാരി ചിടിയാ റാണി തിനക്കെ ലാക്കർ മഹൽ ബനാത്തി, ഊഞ്ചി ഡാലോം पर लटकाती, गेतों से फिर दाना लाती, നദിയോं से भर लाती पानी. ഈ വരികളില് കവിതാംശസെ തുക്കാന്ത ശബ്ദ ചുൻകർ ലിയെ, തന്നിരിക്കുന്ന വരികളിൽ നിന്നും തുക്കാന്ത ശബ്ദ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തുക്കാന്ത ശബ്ദ് നമ്മൾ അതായത് റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞത്. ബനാത്തി ലടുക്കാത്തി അല്ലെ, ഏതാണ്? ബനാത്തി ലടുക്കാത്തി എന്നത് എന്താണ്? തുക്കാന്ത ശബ്ദാണ്. ബനാത്തി ലടുക്കാത്തി. അതുപോലെ തന്നെ റാണി പാനി, റാണി എന്നുണ്ട് പാനി എന്നുണ്ട്. അപ്പൊ തുക്കാന്ത ശബ്ദ് ബനാത്തി ലടുക്കാത്തി. കവിതാംശക്ക് ആശയലിഖിയെ, ഇനി ഈ കവിതയുടെ ആശയം എഴുതാനാണ് നിങ്ങൾ. അപ്പൊ നമ്മള് ബയാ ഹമാരി ചിടിയാ റാണി എന്ന കവിതയിലെ ആശയം പഠിച്ചതാണ് അല്ലെ. അതായത് ബയാ ഹമാരി ചിടിയാ റാണി, ഇതാണ് കവിത. ബയാ ഹമാരി ചിടിയാ റാണി ആരാണ് എഴുതിയത്? മഹാദേവി വർമ്മയാണ് ഈ കവിത എഴുതിയത്. നിങ്ങൾ ഇതില് ആ കവിതയുടെ അതുപോലെ തന്നെ ആശയം നിങ്ങൾ എഴുതിയതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ചെയ്തതാണ് കവിതയുടെ ആശയം. कविता के अपनी पसंद पंक्तियां चुनकर लिखिए, निम्नलिखित आशय वाली पंक्तियां चुने, അതുപോലെ തന്നെ സമാനത്തോടെ ഒന്നിച്ച് താലിക ബരെ, ജീവോं को जीने दो വിഷയ पर ടിപ്പണി ലിഖേ. ഈ ഇതിലുള്ള ആക്ടിവിറ്റികളൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചതാണ്. അതിന് പുറമെ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ഈ കവിതയുടെ ആശയം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെടുത്തിട്ട് കാണാം. കവിതയുടെ ആശയം തന്നതാണ്. അതായത് കവിതയുടെ ആശയം എഴുതേണ്ടത് ഈ കവിത ഏതാണെന്ന് എഴുതാം. യഹ് ബയാ ഹമാരി ചിടിയാ റാണി കവിത ഹെ, അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ യേ പങ്ക്തിയാം ബയാ ഹമാരി ചിടിയാ റാണി കവിതാ സെ ലിയാ ഗയാ ഹെ, അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതാൻ പ്രയാസമാണെങ്കിലാണ് യഹ് ബയാ ഹമാരി ചിടിയാ റാണി കവിത ഹെ, ഇത് ബയാ ഹമാരി ചിടിയാ റാണി എന്ന കവിതയാണ്, അങ്ങനെ എഴുതാം. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് കവിത എഴുതിയത് ആരാണ് എന്നാണ്. ആരാണ് എഴുതിയത് കവിത? മഹാദേവി വർമ്മ അല്ലെ. യഹ് മഹാദേവി വർമ്മനെ ലിഖാ ഹെ, ഇത് മഹാദേവി വർമ്മയാണ് എഴുതിയത്. എന്താണ് എഴുതേണ്ടത്? രണ്ടാമത്തെ ലൈന് യഹ് മഹാദേവി വർമ്മനെ ലിഖാ ഹെ. മനസ്സിലായോ? രണ്ടാമത്തെ ലൈനിൽ നിങ്ങൾ യഹ് മഹാദേവി വർമ്മനെ ലിഖാ ഹെ എന്ന് എഴുതാം. ഇനി പെട്ടെന്ന് എഴുതിയത് കയ്യിലില്ല, പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ് കേട്ടോ. ബയാ ഹമാരി, പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ഈ തന്നിരിക്കുന്ന 5 ലൈനുകൾ ഉണ്ടല്ലോ, ഈ 5 ലൈനുകളുടെ അർത്ഥമാണ് നിങ്ങൾ എഴുതേണ്ടത്, ആശയമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതെങ്ങനെ എഴുതാന്ന് പറഞ്ഞു തരാം. ബയാ ഹമാരി ചിടിയാ റാണി തിനക്കെ ലാക്കർ മഹൽ ബനാത്തി. ബച്ചേ കഹത്തെ ഹെ കി, കുട്ടികൾ പറയുന്നു. കുട്ടികൾ എന്താ പറയുന്നത്? ബയാ ചിടിയാ, ബയാ ചിടിയാ തിനക്കെ സെ മഹൽ ബനാത്തി ഹെ. തിനക്കെ കണ്ട, ബയാ ബയാ ഹമാരി ചിടിയാ റാണി, ബയാ ചിടിയാ റാണി, ബയാ ചിടിയാ റാണി തിനക്കെ ലാക്കർ മഹൽ ബനാത്തി ഹെ എന്ന് എഴുതാം. മഹൽ ബനാത്തി ഹെ, ചിടിയാ ലാക്കർ മഹൽ ബനാത്തി ഹെ. ഊഞ്ചി ഡാലോം पर लटकाती है, ഊഞ്ചി ഡാലോം पर लटकाती है. മനസ്സിലായോ? രണ്ടാമത്തെ സെന്റൻസ് എഴുതേണ്ടത്. ഗേത്തോം സെ, ഗേത്തോം സെ എന്ന് എഴുതുക. ദാന ലാത്തി ഹെ, ഗേത്തോം സെ ദാന ലാത്തി, അണ്ടർലൈൻ ചെയ്ത് രണ്ടും എഴുതുക, പിന്നെ ഹേ എന്ന് എഴുതുക. മനസ്സിലായോ? ഗേത്തോം സെ ദാന ലാത്തി ഹെ. ഈ ഫിർ എന്നുള്ളത് ഫസ്റ്റ് കൊണ്ടുപോയി കൊടുക്കാം. ഫിർ ഗേത്തോം സെ ദാന ലാത്തി ഹെ. ഓക്കെ, ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റിൽ കൊടുക്കുക. ഫസ്റ്റിൽ ഫിർ എഴുതുക, എന്നിട്ട് ഫിർ ഗേത്തോം സെ
दाना लाती है. नदियों से पानी, नदियों से पानी, ഇത് രണ്ടെണ്ണത്തിന് ശേഷം बर लाती है. नदियों से पानी बर लाती है. മനസ്സിലായോ? നദിയോं से पानी बर लाती है. അങ്ങനെ എഴുതാം. ഓക്കെ, പെട്ടെന്ന് എഴുതാനുള്ള വഴിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ ഇതിനെന്താക്കുക, സെന്റൻസ് ആക്കിയിട്ട് എഴുതാം. നിങ്ങളുടെ കയ്യിൽ എഴുതിയതുണ്ടായിരിക്കും, അത് പഠിക്കുക. അത് പഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ എഴുതാം. ഓക്കെ, ആദ്യം തന്നെ എഴുതാം കവിതയുടെ പേര്, പിന്നെ കവിയുടെ പേര്, കവിത എഴുതിയത് ആരാണ് എന്നത് എഴുതാം. പിന്നീട് തന്നിരിക്കുന്ന വരി, അതായത് കവിതയുടെ ലൈനിന് എന്ത് ചെയ്യുക, കവിതയെ പദ്യത്തിനെ ഗദ്യമാക്കി എഴുതാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ബയാ ചിടിയാ റാണി तिनके लाकर महल बनाती है, ऊंची डालों पर लटकाती है, फिर खेतों से दाना लाती है, नदियों से पानी भर लाती है. ഓക്കെ, ഇനി അടുത്ത നോക്കാം. സൂചന ഗണ്ട് പഠേം ഓർ പ്രശ്നോं के उत्तर लिखें. താഴെ തന്നിരിക്കുന്ന പാരാഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. നിമ്മിക്ക കൽ ബർത്ത്ഡേ ദാ, ഇന്നലെ നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആജ് സുബഹ് സേ വോ തോഫോं को गोल गोल कर देखने में लगी है. ഇന്ന് പ്രഭാതം മുതൽ അവൾ സമ്മാനങ്ങളെല്ലാം തുറന്നു നോക്കിക്കൊണ്ടിരുന്നു. തുറന്നു നോക്കാൻ തുടങ്ങി. ലഗ് പറഞ്ഞാൽ തുടങ്ങുക, ആരംഭിക്കുക. വിനോദ് അങ്കിൾക്ക ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർ താ. വിനോദ് അങ്കിൾ നൽകിയ ബർത്ത്ഡേ കാർഡ് വളരെ മനോഹരമായിരുന്നു. ബർത്ത്ഡേ കാർഡ് की विशेषताओं पर निम्मी और सहेली रीना के बीच बातों होती है. ബർത്ത്ഡേ കാർഡിന്റെ വിശേഷതകളെ കുറിച്ച് നിമ്മിയും അതുപോലെ തന്നെ ഫ്രണ്ട് ആയിട്ടുള്ള റീനയും തമ്മിൽ സംസാരിക്കുന്നു. ആ സംസാരം നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇത് നമ്മൾ എഴുതിയതാണ്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, ആ വർക്ക് നമ്മൾ ചെയ്തതാണ്. അത് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അരേ നിമ്മി കൽ ബർത്ത്ഡേ ദാന. അല്ല നിമ്മി, ഇന്നലെ നിന്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ? ജന്മദിൻ മുബാറക് ഹോ, ജന്മദിന ആശംസകൾ ആ സമയത്ത് പറയാണ് അല്ലേ. അപ്പൊ നിമ്മി എന്താ പറയുന്നത്, നമ്മൾ ആ വാർത്താലാപിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ താഴോട്ടേക്ക് എഴുതി കൊടുക്കുക. നിമ്മി പറയാണ്, അതെ ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എന്താണ്, ജന്മദിൻ മുബാറക് പറയുമ്പോ ധന്യവാദ് പറയാ അല്ലെ, ധന്യവാദ്, നന്ദി. പിന്നെ എന്താണ് പറയാ, മുജേ കൈ തോഫോമില്ല, എനിക്ക് ഇന്നലെ ഒരുപാട് പല സമ്മാനങ്ങൾ ലഭിച്ചു. അപ്പൊ റീന ചോദിക്കാണ്, അതിൽ നിനക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ? തോഫോമേ കിത്തന പസന്ത് തോഫ, നിനക്ക് അതിൽ എത്ര ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളുണ്ട്? അല്ലെങ്കിൽ കിസ് തോഫ പസന്ത് ആയാ ചോദിക്കാം. കിസ് തോഫ, കണ്ടോ, തോഫോങ്കോ ഗോല് ഗോൽക്കർ, കിസ് തോഫ, ഏത് സമ്മാനമാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്? അപ്പോ നിമ്മി പറയാണ്, വിനോദ് അങ്കിൾ ദിയ ബർത്ത്ഡേ കാർഡ് അല്ലേ. ഇനി ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ പറഞ്ഞു തരാം. ഇത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇത് തന്നെ ഈ വാർത്താലാപ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഏതാണ് നമ്മുടെ ഈ ചാപ്റ്റർ എടുത്ത സമയത്ത്, നിമ്മിയുടെ ചാപ്റ്റർ എടുത്ത സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാർത്താലാപൊക്കെ തയ്യാറാക്കിയതാണ്. അത് ആ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് സെന്റൻസ് അതുപോലെ തന്നെ എഴുതാം. രണ്ടാമത്തെ അവിടെ തന്നത് കൊണ്ട് ആ സെന്റൻസ് അതുപോലെ എഴുതാം. രണ്ടാമത് നിങ്ങൾ എഴുതേണ്ടത്, നമുക്ക് ഈ പാരഗ്രാഫിലേക്ക് നോക്കാം, ഇവിടെ എഴുതാൻ പറ്റിയ സെന്റൻസ് ഉണ്ടോ എന്ന് നോക്കാം. ആജ് സുബഹ് സേ വോ തോഫോं को गोल गोल कर देखने में लगी है. അപ്പൊ നിമ്മി പറയണേ, നിമ്മിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അപ്പൊ അതെ. എന്താ പറയണത്, ആജ് സുബഹ് സേ, ഈ വോ വേണ്ട, ആജ് സുബഹ് സേ ഇന്ന് രാവിലെ മുതൽ, തോഫോं को गोल गोल कर देखने लगी അല്ലെ, ഇന്ന് രാവിലെ മുതൽ സമ്മാനങ്ങളൊക്കെ തുറന്നു നോക്കാൻ തുടങ്ങി എന്ന് പറയാണ് നിമ്മി. അപ്പൊ റീന എന്താ ചോദിക്കുക, തോഫോ പസന്ത് ആയാ ചോദിക്കല്ലേ.
സമ്മാനം ഇഷ്ടപ്പെട്ടോ? തോഫ പസന്ത് ആയ. അത് ഇതിലില്ല. നിങ്ങൾ അങ്ങനെ സെന്റൻസ് ഉണ്ടാക്കുക. തോഫ, ഇവിടെ തോഫ ഉണ്ടല്ലോ. തോഫവും പസന്ത് ആയ. പസന്ത് പറഞ്ഞ ഇഷ്ടം, പസന്ത്. ഇനി അടുത്തത് എന്താണ് നിമ്മി പറയുന്നത്? അപ്പോ വിനോദ് അങ്കിൾക്ക് ദിയ ബർത്ത്ഡേ കാർഡ്. അപ്പൊ നിമ്മി പറയാണ് വിനോദ് അങ്കിൾ നൽകിയ ബർത്ത്ഡേ കാർഡ് വളരെ മനോഹരമായിരുന്നു. വിനോദ് അങ്കിൾ ദിയ ബർത്ത്ഡേ കാർഡ്. അപ്പൊ നിമ്മി പറയാണ് വിനോദ് അങ്കിൾ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർദ. അപ്പൊ റീന ചോദിക്കാണ് ഉന്മേ ക്യാ ലിഖാദ, അതിലെന്താണ് എഴുതിയിരുന്നത്? റീന ചോദിക്കാണ് ഉന്മേ ക്യാ ലിഖാദ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? സെന്റൻസ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിലേക്ക് നോക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത് ചെയ്തതാണ്, അതൊന്ന് കണ്ടു നോക്കുക. ഇനി അടുത്തത് വിനോദ് അങ്കിളിനെ നിമ്മിക്കോ ക്യാ ദിയ. വിനോദ് അങ്കിൾ നിമ്മിക്ക് എന്താണ് നൽകിയത്? ബർത്ത്ഡേ കാർഡ് അല്ലെ. വിനോദ് അങ്കിൾ നിമ്മിക്ക് എന്താ നൽകിയത്? ബർത്ത്ഡേ കാർഡ്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി ആണ്. നാലാമത്തെ ആക്ടിവിറ്റി സൂചന. അവിടെ നിങ്ങൾക്ക് ഒരു സൂചന തന്നിട്ടുണ്ട്. സൂചന പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. അതായത് ഇറാനി ഫിലിം നമ്മൾ പഠിച്ചതാണല്ലേ. ആ പാഠം നമ്മൾ പഠിച്ചതാണ്. ജന്നത്ത് കെ ബച്ചെ. ഇറാനി ഫിലിം പ്രദർശനി ജന്നത്ത് കെ ബച്ചെ. താരിഖ് 25/11/2024 സോമവാർ. സമയ സുബ 10 ബജെയാണ്. സ്ഥാൻ തന്നിരിക്കുന്നത് UP സ്കൂൾ പാലത്തോൾ. സ്കൂൾ സഭാഗൃഹമേ. സബ്കാ സ്വാഗതം. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ സൂചന തന്നിരിക്കുന്നത്. താഴെ തന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പോസ്റ്റർ കെ ആധാർ പർ ഫിലിം പ്രദർശനി കെ ലിയെ ഉദ്ഘോഷണ തയ്യാർ കരെ. ഇവിടെ നമുക്ക് പോസ്റ്റർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്ഘോഷണം തയ്യാറാക്കാൻ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ തന്നെ നോക്കി എഴുതിയാൽ മതി. പിന്നെ ഇറാനി ഫിലിം കാ നാം ക്യാ ഹെ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇറാനി ഫിലിമിന്റെ പേരെന്താണ്? ജന്നത്ത് കെ ബച്ചെ അല്ലെ. ഇറാനി ഫിലിമിന്റെ പേര് ജന്നത്ത് കെ ബച്ചെ. അപ്പൊ പോസ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് ഉദ്ഘോഷണയാക്കാന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. ഉദ്ഘോഷണം തയ്യാറാക്കുമ്പോൾ പ്യാരേ ബച്ചോം അല്ലെ. പ്യാരേ ബച്ചോ നിങ്ങൾ ധ്യാൻ ദീജിയെ. നിങ്ങൾ പഠിച്ചല്ലോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ട് ഇത് ഉണ്ടായിരുന്നു. ചെയ്തതാണെങ്കിലും ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ആ വീഡിയോ കാണണം. പ്യാരേ ബച്ചോം ധ്യാൻ ദീജിയെ എന്ന് എഴുതാം ഫസ്റ്റ് തന്നെ. പിന്നീട് നിങ്ങൾ എഴുതേണ്ടത് UP സ്കൂൾ പാലത്തോൾ സ്കൂൾ में 25/11/2024 सोमवार सुबह 10 बजे स्कूल सभागृह में ईरानी फिल्म प्रदर्शनी होने वाला है. ईरानी फिल्म जन्नत के बच्चे का प्रदर्शनी होने वाला है. सबका स्वागत. എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഉദ്ഘോഷണയാക്കിയിട്ട് എഴുതാം. നിങ്ങൾ പഠിച്ച ഉദ്ഘോഷണം എടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, രണ്ടും കൂടെ താരതമ്യം ചെയ്തിട്ട് പഠിക്കാം. ഇനി അടുത്തത് സഹി മിലാനാണ്. മിർസ ഗാലിബ് ആരായിരുന്നു? ഉർദു കെ ഷായർ അല്ലേ. ദുനിയാ ഹമേ ഹമേശാ യാദ് രഖേം. शेर में दो दो लाइन होती है. ഹസാരോ സാൽ കോൻ ജീത്ത ഹെ അല്ലെ. ഇത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി മിർസ ഗാലിബ് ഉർദു കെ ആരായിരുന്നു? ഉർദു കെ കവി അല്ലെ. മിർസ ഗാലിബ് ഉർദു കെ ഷായർ. ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ളത് നോക്കി എഴുതിയാൽ മതി. ഉറുദുവിലെ കവി ആയിരുന്നു. കവി എന്ന് എഴുതിയാലും ശരിയാണ്. ഉർദു കെ ഷായർ ദേ. ഇനി അടുത്തത് ആറാമത്തെ ആക്ടിവിറ്റി ആണ്. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ തന്നെയാണ്. ചിത്രക്കെ ആധാർ പർ വാക്യോ കോ ക്രമബദ്ധ കരേം. ഈ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെന്റൻസിനെ ക്രമത്തിൽ എഴുതണം. ഓർഡർ ആക്കി എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ വേ ബഡി ഖുഷി സേ അന്ധേ വ്യക്തിക്ക് മദത് കർത്തേ ഹേ. അവര് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ അന്ധനായ വ്യക്തിയെ സഹായിക്കുന്നു. അതാ ഈ മൂന്നാമത്തെ സെന്റൻസ്. മൂന്നാമത്തെ പിക്ചറിന്റെ സെന്റൻസ് ആണ് ഇവിടെ ഒന്നാമത് തന്നത് അല്ലെ. ഇത് മൂന്നാമത്തെ പിക്ചറിന്റെ സെന്റൻസ് ആണ്. ഓക്കെ, ഈ മൂന്നാമത്തെ പിക്ചറിന്റെ സെന്റൻസ് ആണിത്. അവർ വളരെ സന്തോഷത്തോടെ സഹായിക്കുന്നത്. കുछ समय बाद एक लड़की और एक लड़का उनके पास आते हैं. കുറച്ച് സമയത്തിന് ശേഷം ഒരു ലടുക്കിയും ലടുക്കയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു. രണ്ടാമത്തെ സെന്റൻസ് ആണിത്. ഓക്കെ, രണ്ടാമത്തെ പിക്ചറിന്റെ സെന്റൻസ് ആണിത്.
सड़क पार करने के बाद अंधा व्यक्ति बच्चों को हस्तदान करके अपना प्यार प्रकट करते हैं. അതാ ഇതാണ് ഈ പിക്ചറിന്റെ സെന്റൻസ് ആണത്. ഏത് പിക്ചറിന്റെ ലാസ്റ്റ് ഇതാ ഈ ലാസ്റ്റ് പിക്ചറിന്റെ സെന്റൻസ് ആണ് ഇത്. ഓക്കെ, സി. ഈ സി എന്നത് ലാസ്റ്റ് നാലാമത്തെയാണ് കേട്ടോ, നാലാമത്തെയാണ്. സി എന്നത് നാലാമത്തെയാണ്. അപ്പൊ 3, 2, 4. ഇനി ഏതാണ്? ഒന്നാണ് അല്ലേ. ഈ അന്ധ വ്യക്തി സടക്ക് പാർ കർണേ കെ ലിയെ ചൗരാഹോ പർ ഖടാ ഹേ. ഒരു അന്ധനായ വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നു. അതാണ് പിക്ചർ. അതിന്റെ സെന്റൻസ് ആണിത്. ഓക്കെ, ജംഗ്ഷനിൽ നിൽക്കാണ് ഒരു അന്ധനായ വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ സെന്റൻസ്. അപ്പൊ നിങ്ങൾ ഇതിനെ ഓർഡർ ആക്കേണ്ടത്, ഇത് ഫസ്റ്റ് എഴുതാം. ഈ ഡി ആണ് നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഡി ഫസ്റ്റ് എഴുതുക, ബി രണ്ടാമത് എഴുതുക. ആദ്യം എഴുതേണ്ട സെന്റൻസ് ഡി ആണ്, പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ബി, പിന്നെ എഴുതേണ്ടത് ബി ആണ്. രണ്ടാമത് എഴുതേണ്ടത് ബി, ആദ്യം ഡി എഴുതുക, പിന്നെ ബി എഴുതുക, പിന്നീട് എഴുതേണ്ടത് എ, പിന്നെ എഴുതേണ്ട സെന്റൻസ് എ ആണ്, പിന്നീട് എഴുതേണ്ടതോ സി, നാലാമത് എഴുതേണ്ടത് സി ആണ്. ഓക്കെ, ഡി एक अंधा व्यक्ति क्रॉस ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് 1. 2, कुछ समय बाद एक लड़की और लड़का उनके पास आते हैं. കുറച്ച് സമയത്തിന് ശേഷം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവരുടെ അടുത്തേക്ക് വരുന്നു. രണ്ടാമത്തത്. പിന്നെ മൂന്നാമത് വരുന്ന എ ആണ്. വേ ബഡേ ഖുഷി സേ, വളരെ സന്തോഷത്തോടെ സഹായിക്കുന്നതാണ്. പിന്നെ നാലാമത്തതാണ് സി. ഏതാണത്? സടക്ക് പാർ കർക്കെ ബാദ് അവരോട് അവർക്ക് ഹസ്തദാനം ചെയ്യുന്നതാണ് നാലാമത്തെ സെന്റൻസ്. ഓക്കെ, അപ്പൊ ഡി, ബി, എ, സി ആ ഓർഡറിൽ എഴുതാം. നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് മീനിങ് മനസ്സിലാക്കിയിട്ട് എഴുതാം. അതുപോലെ തന്നെ ഇതേ ഓർഡറിൽ വരണമെന്നില്ല, പക്ഷെ നിങ്ങൾ മീനിങ് മനസ്സിലാക്കിയിട്ട് എഴുതാം. ഓർഡർ നിങ്ങൾ ശരിക്കാക്കി എഴുതാം. ഓക്കെ, इसके लिए उचित शीर्षक दें. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന ഓർഡർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വരണം എന്നില്ല എന്നാ പറഞ്ഞത്. ഇത് വരുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരും. അപ്പൊ നിങ്ങളത് കറക്റ്റ് ആയിട്ട് എഴുതണം. ഈ തന്ന ഓർഡറിൽ ആദ്യം അർത്ഥം മനസ്സിലാക്കി എഴുതണം എന്നാണ് പറഞ്ഞത്. इसके लिए ഉചിത ശീർഷകം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? ഉചിതമായൊരു ശീർഷകം നൽകുക. ഇതിനു വേണ്ടി നിങ്ങളൊരു ടൈറ്റിൽ കൊടുക്കണം. അപ്പൊ നിങ്ങൾ എന്താണ് ഇതിന്റെ ടൈറ്റിൽ കൊടുക്കുക? ബച്ചേന്ന് കൊടുക്കുക അല്ലെ, കുട്ടികൾ. അന്ധ ആത്മീ കൊടുക്കുക, അന്ധേ വ്യക്തി കൊടുക്കുക അല്ലേ, അല്ലെങ്കിൽ മദത് കൊടുക്കാം. മദത് പറഞ്ഞ സഹായം. ഈ കുട്ടികൾ ഈ അന്ധനായ വ്യക്തിയെ സഹായിക്കുകയാണ്. ആ മദത് കൊടുത്താൽ എന്തായി? ഇതിനൊരു പേരായി, അതായത് സഹായം. സഹായം എന്ന് നമ്മൾ ഇതിന് പേര് കൊടുത്തു. അല്ലെങ്കിൽ അന്ധനായ വ്യക്തി എന്ന് നമ്മൾ ഇതിന് പേര് കൊടുത്തു. അപ്പൊ അന്ധനായ വ്യക്തി എന്ന് പേര് കൊടുത്തു. ഇത് രണ്ടും നമുക്ക് പേരായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരി, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. നാളെ എക്സാം ആണ്. തന്നിരിക്കുന്ന 3 ക്വസ്റ്റ്യനും മോഡൽ ക്വസ്റ്റ്യൻ 3 തന്നിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കി പഠിക്കുക. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, തന്നിരിക്കുന്ന ആക്ടിവിറ്റി ഒക്കെ പഠിക്കുക, നേരത്തെ പഠിച്ചതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ട് ഫുൾ മാർക്ക് വാങ്ങുക. വളരെ സിമ്പിളാണ് ഹിന്ദിയിൽ മാർക്ക് വാങ്ങാൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കിയാൽ മാത്രം മതി. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാവും, ആൻസർ എഴുതാൻ പറ്റും. ശ്രദ്ധയോട് കൂടിയിട്ട് എഴുതി ഫുൾ മാർക്ക് വാങ്ങാം. ഓക്കെ.